കുറച്ച് നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് രാവിലെ എഴുന്നേൽക്കുക എന്നത്. പക്ഷേ അത് നടക്കാറില്ല. മടിയാണ് മെയിൻ റീസൺ. ഇന്നിപ്പോൾ വളരെ നേരത്തെ തന്നെ എഴുന്നേറ്റു. ഒരു 4:30 ആയപ്പോൾ ഞാൻ എഴുന്നേറ്റതാ. ഇനിയിപ്പം അങ്ങോട്ട് ചൂടൊക്കെ ആയി വരുന്നോണ്ട് ബാൽക്കണിയിലിരിക്കുന്ന പ്ലാന്റ്സിന് കുറച്ച് കഷ്ടപ്പാടായിരിക്കും. ഇത് വ്ളാത്താങ്കര ചീരയാണേ. പക്ഷേ അത് വെച്ചേക്കുന്ന പോട്ട് ചെറുതായോണ്ടാണ് അങ്ങനെ ചെറുതായിട്ട് നിൽക്കുന്നത്. ഈ തത്തയെ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാട്ടോ. നാട്ടിൽ നിന്ന് ഞാൻ വാങ്ങിച്ചു കൊണ്ടുവന്നതാണ്. ഇത് നമ്മുടെ ക്യാബേജ് ആട്ടോ. പക്ഷേ ഇത് അങ്ങനെ കൂടി വന്നിട്ടില്ല. ഞാനങ്ങനെ കെട്ടിക്കൊടുത്തില്ല. എന്നാലും നമുക്ക് ഈ ഇല ഇതിനെ തോരൻ വെക്കാൻ അടിപൊളിയായിരിക്കും. ഇപ്പോൾ സമയം ഒരു 8 മണി ആവുന്നു. ഇനി എൻ്റെ മെയിൻ പരിപാടി നമ്മുടെ മാധവനെ ഒന്ന് സ്കൂളിലോട്ട് വിടുക. അതായത് പ്ലേ സ്കൂള്. അധിക നേരമൊന്നുമില്ല. ഒരു 3 മണിക്കൂറേ ഉള്ളൂ. പക്ഷേ അവന് മടിയാണ്. അവനെ സ്കൂളിൽ വിടാതിരിക്കാൻ വേണ്ടി അവൻ ഏതറ്റം വരെ നോക്കും. മൊത്തം ഇങ്ങനെ നിരന്ന് വാരി കിടക്കുവാണ്. മാധവൻ്റെ പണി കേട്ടോ. അമ്മ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ നോക്കുവാണ്. ഇനിയിപ്പോൾ ഞാൻ മാധവനെ കുളിപ്പിച്ച് അവനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വേണം വിടാൻ. അവന് പോകാൻ മടിയാണെങ്കിലും എന്തായാലും നമ്മൾ വിടുമെന്നും അവനറിയാം. അവൻ അതുകൊണ്ട് കൂടുതൽ ഇങ്ങനെ എന്താ പറയുക ബലം പിടിക്കുകയില്ല. നമ്മൾ ഉടുപ്പൊക്കെ ഇടാൻ നന്നായിട്ട് സഹകരിച്ചോളും. അങ്ങനെ വലിയ വാശിയൊന്നുമില്ല. ഞാൻ എടുക്കുവാ. കളിക്കുവാണോ? സ്കൂളിൽ പോണ്ടേ? ഇല്ല അമ്മേ. സ്കൂളിൽ പോണ്ടേ? മാധവന് കൊടുത്തു വിടുന്നത് ഫ്രൂട്ട്സും പിന്നെ ബ്രേക്ക്ഫാസ്റ്റും ആണ്. പിന്നെ വെള്ളവും. 1-2 ബുക്സൊക്കെ ഉണ്ട്. അതൊക്കെ സ്കൂളിൽ തന്നെയാണ് വെക്കുന്നത്. അതൊക്കെ കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് 4 പീസായിരിക്കും. ഇന്നിവിടെ വെള്ളം വരുന്ന ദിവസമാണ്. അതായത് കുടിക്കുന്ന വെള്ളം. അത് വെളി വെച്ചാൽ മതി. അവരത് വന്നിട്ട് എടുത്തിട്ട് ബാക്കി ഫില്ല് ചെയ്ത വെള്ളം ഇവിടെ വെച്ചിട്ട് പൊക്കോളും. നേരത്തെ അത് വെച്ചില്ലെങ്കിൽ പിന്നെ ഞാനത് മറന്നു പോകും. കരയല്ലേ, ഗുഡ് ബോയ് അല്ലേ? കള്ളക്കരച്ചിലേ. ഓടിവാ ഓടിവാ ഓടി ഓടി ഓടിവാ. അതല്ലടാ, മേളിലോട്ട് നമ്മൾ പോകുന്നത്. നമ്മൾ താമസിക്കുന്ന അതേ ബിൽഡിങ്ങിൽ തന്നെയാണ് പ്ലേ സ്കൂളുള്ളത്. അതുകൊണ്ട് പിന്നെ വലിയ എളുപ്പമാണ്. പിന്നെ ഞാൻ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കേട്ടോ. ഗോതമ്പ് ദോശയും ചമ്മന്തിയും. ഇനി ഞങ്ങൾക്ക് കിട്ടുന്ന 3 മണിക്കൂർ ഭയങ്കര പ്രധാനപ്പെട്ടത്, വിലപ്പെട്ടതാണ്. കാരണം മാധവൻ വരുന്ന മുമ്പ് കുറച്ച് പണികൾ ഒതുക്കുവാണെങ്കിൽ കുറച്ച് ഈസി ആയിരിക്കും. അവൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു കാര്യവും നടക്കത്തില്ല. പാത്രം കഴുകാനുള്ളതെല്ലാം കഴുകി സേഫായിട്ട് മാറ്റി വെക്കണം. പിന്നെ അവൻ വന്നിട്ട് പാത്രം കണ്ടു കഴിഞ്ഞാൽ അവനത് കളിക്കാൻ കൊടുക്കണം. അങ്ങനെ എൻ്റെ ഒരു എന്താ പറയുക 2 കുക്കറാണ് അവൻ കേടാക്കിയത്. പിന്നെ അരിയാനുള്ളതെല്ലാം അരിഞ്ഞു വെക്കുക. അല്ലെങ്കിൽ അവൻ വന്നിട്ട് നമ്മൾ അരിയാൻ നിന്ന് കഴിഞ്ഞാൽ ആ അരിയുന്ന സാധനം അവന് കളിക്കാൻ കൊടുക്കണം. അഥവാ കൊടുത്തില്ലേലോ പിന്നെ ബഹളമായിരിക്കും.
നമ്മൾ താമസിക്കുന്നതിൻ്റെ തൊട്ട് താഴെ തന്നെ വിവയുണ്ട്. ഇവിടെ ഈ ടൈപ്പ് ഇഞ്ചി കിട്ടുള്ളൂ, വണ്ണമുള്ളത്. ചൈനയിൽ നിന്നൊക്കെ വരുന്നതായിരിക്കാം. എനിക്ക് നമ്മുടെ ഇന്ത്യൻ ജിഞ്ചറാണ് ഇഷ്ടം. അത് നമ്മൾ തൊട്ടടുത്ത് വേറൊരു ഷോപ്പുണ്ട്. പക്ഷേ ഇപ്പോൾ വെയിലായതുകൊണ്ട് അവിടം വരെ പോകാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ തൽക്കാലത്തേന് ഈ ഇഞ്ചി മേടിക്കുന്നത്. ഇതും ചൈനയുടെ തന്നെ പ്രൊഡക്റ്റാണ്, ഗാർലിക്. അതായത് അത്രയും സൈസ്. ഇന്നമ്മ ചിക്കൻ കറി വെക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ചിക്കനും മേടിക്കണമായിരുന്നു. ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ തീർന്നിരിക്കുകയായിരുന്നു. പിന്നെ ഇവിടെ അത്യാവശ്യം ഫ്രഷ് വെജിറ്റബിൾ തന്നെയാണ് കിട്ടുന്നത്. മാധവന് ഈ മൂസമ്പി ഭയങ്കര ഇഷ്ടമാണ്. അവന് ഡെയിലി ഇതിൻ്റെ ജ്യൂസ് വേണം. അല്ലെ ജ്യൂസ് എന്ന് പറഞ്ഞാൽ പുറകെ നടക്കും. തൊട്ടടുത്ത് തന്നെ കടകളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ എന്നും ഒരുപാട് സാധനങ്ങൾ മേടിച്ച് വെക്കുകയില്ല. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കുറച്ച് ഞാൻ മേടിക്കാറുള്ളൂ. ഇപ്പം നല്ല തിരക്കായി. സമയം ഒരു 9:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ. വീട്ടിൽ കുറച്ച് പണിയുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് അവർ പെയിൻ്റൊക്കെ അടിക്കും. അപ്പം മൊത്തം ഒന്ന് ഡിസോർഡറായി കിടക്കുവാണ്. ഇനി ഇതെല്ലാം വൃത്തിയാക്കണം. എന്നെ പഠിപ്പിച്ചേ നിന്നെ പഠിപ്പിച്ചേ എന്ത്? ഏ മാത്രമേ പഠിച്ചുള്ളൂ ഇന്നാ. പതുക്കെ എടാ, അവിടെ പതുക്കെ പോ, അവിടെ പണി നടക്കുക. ഇപ്പൊ സമയം ഒരു 12:30 കഴിഞ്ഞിട്ടുണ്ട്. അവരൊന്ന് ബ്രേക്ക് എടുത്താണ്. അതിൻ്റെ ഉള്ളിൽ മാധവനെ ഇനി കഴിപ്പിച്ചിട്ട് അവനെ കിടത്തി ഉറക്കണം. പിന്നെ അവർ വന്നിട്ട് ബാക്കി വർക്ക് ഇനിയുണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പം ഇന്നത്തെ ലഞ്ച് വന്നിട്ട് ചിക്കൻ കറിയും പിന്നെ നമ്മുടെ ഫ്രൈഡ് റൈസ് പിന്നെ നമ്മുടെ കേടിൻ്റെ ഒരിത് സലാഡ്. അവർ വർക്കൊക്കെ കഴിഞ്ഞിട്ട് പോയി. അവർ ഓൾറെഡി കുറച്ച് ക്ലീൻ ചെയ്തിട്ടാണ് പോയത്. എന്നാലും അവിടെ ഇവിടെയൊക്കെ അഴുക്കുണ്ട്. ഇനിയിപ്പോൾ മാധവൻ ഉണരുന്ന മുമ്പ് നമ്മളത് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ അവൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മണ്ടേ കിടന്നായിരിക്കും ഉരുളുന്നത്. എന്തായാലും അവൻ ഉറങ്ങുവാണ്ട് നമുക്ക് പീസ്ഫുള്ളായിട്ട് വർക്ക് ചെയ്യാം. കുറച്ച് ദിവസം ഒരേ സ്ഥലത്ത് തന്നെ ഒരു ചെടി ഇരുന്നാൽ ഞാനത് മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വെക്കും. എനിക്ക് ഒരേ ചെടി ഒരേ ഡയറക്ഷനിൽ അല്ലെങ്കിൽ ഒരേ സ്ഥലത്ത് തന്നെ ഇരിക്കുന്ന കാണാൻ എനിക്ക് വലിയ താല്പര്യമില്ല. ഞാൻ അതിനെ ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും. അതിൻ്റെ ലൈറ്റ് റിക്വയർമെൻറ്റ്സ് അനുസരിച്ചും പിന്നെ എൻ്റെ മൂഡ് പോലെയൊക്കെ. അങ്ങനെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി. നിയോൺ പോത്തോസിനെ ഞാൻ എടുത്ത് മേളിൽ വെച്ചിട്ട് നമ്മുടെ ഒരു ഫിലോഡോണ്ട വെറൈറ്റി അത് ഞാൻ എടുത്ത് താഴെയും വെച്ചു. ഇപ്പം കുറച്ച് ചെടികൾ കൂടിക്കൂടി വരുന്നുണ്ട്. എല്ലാം അതിൻ്റേതായ പ്ലേസിൽ വെക്കാനുള്ള സ്ഥലം ഇവിടെ ഇല്ല. പിന്നെ ഞാൻ എന്നാലും വാങ്ങിച്ചുകൊണ്ടേയിരിക്കും. അതാണ് എൻ്റെ ഒരു ഹാപ്പിനെസ്. ഞാൻ പൊതുവെ മാറ്റെടുത്തില്ല കേട്ടോ. കാരണം ഈ മാധവന് അത് ചീത്തയാക്കും. ഫുഡൊക്കെ എന്തെങ്കിലും കൊണ്ടിട്ടും വെള്ളം ഒഴിച്ചും എല്ലാം അഴുക്കാക്കും. അതുകൊണ്ട് ഞാൻ പൊതുവെ ഇടാത്തതാണ്. ഇന്ന് പിന്നെ കഴിഞ്ഞ ദിവസം ഡേ ടു ഡേ പോയപ്പം ഒരു ഇതുപോലത്തെ മാറ്റ് ഓഫറിന് കണ്ടു. അങ്ങനെ ഞാൻ വാങ്ങിയതാണ്. ഇനിയിപ്പം അത് അവൻ ചീത്തയാക്കിയാലും നമുക്ക് കുറച്ച് കഴിയുമ്പോൾ കളയാമല്ലോ. ഏകദേശം ഇന്നത്തെ എൻ്റെ ജോലികളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒന്നുമില്ല. ഇനിയിപ്പോൾ മാധവൻ എഴുന്നേറ്റ് വരും. അപ്പം തന്നെ ഒരു 4 മണിയായി. ഇനിയിപ്പം കുറച്ചും കൂടെ കഴിയുമ്പോൾ വിളക്ക് കത്തിക്കുക. ഇന്നത്തെ പരിപാടികളെല്ലാം അവസാനിച്ചു.
എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.